സുഹൃത്തുക്കളെ നമസ്കാരം. എന്തായാലും ലോകം ഇന്നൊരു ലോക യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം കേട്ടത് അമേരിക്ക ഇറാൻ്റെ 3 ആണവ നിലയങ്ങൾ തകർത്തു എന്നാണ്. അതോടുകൂടി ട്രംപ് എന്ന യുദ്ധത്തെ എന്നും നിശിതമായി വിമർശിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ മുൻഗാമികൾ നടത്തിയ യുദ്ധങ്ങളെയൊക്കെ ബാലിശമെന്നും വിഡ്ഢിത്തമെന്നും പറഞ്ഞ് വിമർശിച്ചിരുന്ന ട്രംപ് യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഈ യുദ്ധത്തെക്കുറിച്ചിട്ട്, ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും നേരിട്ട് നടത്തുന്ന യുദ്ധം എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ ഗുരുവും രാഷ്ട്ര നേതാവുമായ ആയത്തുള്ള ഖൊമേനി തന്നെ 2005 ഫത്വ ഇറക്കിയിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് അണുവായുധം വേണ്ട, അണുവായുധത്തിന് ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല, അത് അനിസ്ലാമികമാണ് എന്ന് ഫത്വ ഇറക്കിയിട്ടും ഈ ഇറാനികൾ ആറ്റം ബോംബ് ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, മാത്രമല്ല അത് ഉത്തരവാദിത്തപ്പെട്ട IAEA എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ ഏജൻസികൾ, അത് അമേരിക്കയുടെ അണ്ടർ സെക്രട്ടറി കൂടെ അടങ്ങിയ അവരുടെ തുളസി ഗാബർ എന്ന അണ്ടർ സെക്രട്ടറി കൂടെ അംഗമായ ഒരു പാനൽ കൊടുത്ത് അവിടെ അങ്ങനത്തെ ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന ഒരു ഫെസിലിറ്റിയും കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്ത അതിൻ്റെ പേരിൽ ഒരു യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് യുദ്ധത്തിന് കാരണം എന്നതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിന് കാരണമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മളെ വളരെ ചെറുപ്പക്കാരനായ ഒരു അമേരിക്കക്കാരൻ തന്നെ, ഒരു ബെൻ നോർട്ടൺ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. പൂർണ്ണമായിട്ടും അത് സമ്പൂർണ്ണമല്ല, അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണമാണ്. മാത്രമല്ല എല്ലാ റെക്കോർഡുകളും കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടത്. അങ്ങനെ കാണിക്കാനുള്ള വകുപ്പും അതിനുള്ള സാങ്കേതിക വിദ്യയും അതിനുള്ള വിവരവും എനിക്കില്ല. എന്നാലും നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇറാനിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഈ യുദ്ധങ്ങൾക്ക് കാരണം എന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ നഷ്ടപ്പെട്ട ആധിപത്യം അമേരിക്കക്ക് തിരിച്ചു കിട്ടണം. ഇന്ന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന പോലുള്ള ആധിപത്യമില്ല. മാത്രമല്ല അവരുടെ പെട്രോ ഡോളർ എന്ന വ്യവസ്ഥ തന്നെ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. അതോടുകൂടി ഡോളറിൻ്റെ വില ഡോളറിൻ്റെ കാര്യം വളരെ പരിതാപകരമായ രീതിയിൽ തകർന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ശരിക്ക് ഇസ്രായേലിനെ അവിടെ കുടിയിരുത്തിയതും
അവരെ നിലനിർത്തിയതും. എന്തിന്? ഇസ്രായേൽ എന്നത് ഞങ്ങളുടെ ഒരു അൺസിങ്കബിൾ എയർക്രാഫ്റ്റ് കാരിയറാണ് എന്നും അമേരിക്കയുടെ തന്നെ പ്രസിഡൻ്റായ നിക്സൺ പറഞ്ഞിട്ടുണ്ട്. ആ അമേരിക്കയുടെ താല്പര്യത്തിനായിട്ട് ധരണ്യായി ഈ പ്രദേശത്ത് അവരുടെ താല്പര്യങ്ങൾ നിലനിർത്താനായിട്ട് വാഴിക്കുന്ന ഈ ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ ആക്രമിക്കാനുണ്ടായ കാരണം എന്താണ്? അതിനുള്ള ഏറ്റവും പ്രധാന കാരണമായിട്ട് പറയുന്നത് ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ആധിപത്യം അമേരിക്കക്ക് വീണ്ടെടുക്കുക എന്നുള്ളതാണെന്ന്. രണ്ടാമതായിട്ട് പറയുന്നത് അവിടെ ഒന്നായിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അവിടെ ഉണ്ടായ റെവല്യൂഷണറി ഗ്രൂപ്പുകളെ ഒന്നായിട്ട് തകർക്കാൻ. അത് മാത്രമല്ല, ഒരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് പ്രത്യേകിച്ചും ഈ മുതലാളിത്ത രാജ്യങ്ങളോട് ഉണ്ടായിരുന്ന അത് തകർക്കാൻ. ഗാസയിലെ ലക്ഷറി തൊയ്ബ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ, ഇപ്പോൾ ഇറാന്, ഈ ഇറാഖ്, ഇവിടെയൊക്കെ, അതേപോലെ ലിബിയ, ഇവിടെയൊക്കെ തന്നെ ഒരു വലിയ പരിധി വരെ ഒരു സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായ സമത്വത്തെ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ അവിടെ ഭരിച്ചിരുന്നു. അതൊക്കെ അവരൊക്കെ തന്നെ അമേരിക്കയോട് അകലുകയായിരുന്നു ചെയ്തത്. മാത്രമല്ല, അവരുടെ ഡോളറിൽ വിൽപ്പന നടത്താതെ പെട്രോൾ കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായതുകൊണ്ട് തന്നെ ഡോളറിൻ്റെ ആധിപത്യം നഷ്ടപ്പെടും എന്നുള്ള വിചാരം. മൂന്നാമതായിട്ട് ഇറാനിലെ ന്യൂക്ലിയർ സംവിധാനം ഉണ്ടാവരുത് എന്ന വിശ്വാസം. അവിടെ ഇല്ല എന്നുള്ളത് അവർക്കൊക്കെ അറിയാം. കാരണം അവിടെ പ്രത്യേകിച്ചും ഒരു മതനേതൃത്വത്തിൻ്റെ മതരാഷ്ട്രമാണത്. മാത്രമല്ല, മതനേതൃത്വത്തിലെ ഏറ്റവും വലിയ ആൾ ഖമേനി എന്ന് പറഞ്ഞ ആൾ തീരുമാനിച്ചാൽ, മതപരമായ ഒരു തീരുമാനം നടന്നാൽ, ഒരു ഫത്വ പുറപ്പെടുവിച്ചാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് സാധാരണ നിലക്ക് അവർ പോകില്ല. പിന്നെ അടുത്തതായിട്ടുള്ളത്, നാലാമത്തതായിട്ടുള്ള കാരണം ഡോളറിനെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഡോളറിനെ രക്ഷിക്കാൻ എന്ത് വേണമെന്ന് വിചാരിച്ചാൽ, ഡോളർ ഇപ്പോൾ പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധത്തോടു കൂടി അതിന് ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങളോട് കൂടി ഇപ്പോൾ ഡോളർ ഇല്ലാതെ തന്നെ ആർക്കും പെട്രോൾ വാങ്ങാം എന്ന നില വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് 1974 സൗദി അറേബ്യയും ഒപെക് രാജ്യങ്ങളും അമേരിക്കയുമായിട്ടുണ്ടായിരുന്ന കരാർ അനുസരിച്ച് ഉണ്ടായിരുന്ന കരാറ് പിന്നീട് അവർ നീട്ടിയില്ല. അതോടുകൂടി തന്നെ ഈ ഡോളറിൽ ഇല്ലാതെ തന്നെ പെട്രോൾ വിതരണം ചെയ്യാം എന്ന് പറയുന്നതോടുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ യഥാർത്ഥ സാമ്പത്തിക അവസ്ഥ പുറത്തേക്ക് അറിയുകയും അതുവഴി ഡോളറിൻ്റെ വില ഇടുകയും അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഭീകരമായ ഒരു സാമ്പത്തിക പരാധീനതയിലേക്ക് എത്തുകയും ചെയ്യും എന്നതാണ് ഒരു കാരണം. ഇപ്പോൾ തന്നെ പറയുന്നത് ആകെ 45 ട്രില്യണോളം
അമേരിക്ക കടത്തിലാണെന്നാണ്. അപ്പോൾ ഈ കടങ്ങളൊക്കെ വീട്ടേണ്ടി വരും. അവരുടെ കറൻസിക്ക് വില ഇല്ലാതായാൽ, കറൻസിയുടെ കാര്യം നിങ്ങൾക്കറിയാലോ, കറൻസി ഈ രണ്ടാം ലോകമഹായുദ്ധത്തോടു കൂടി ഏറ്റവും ശക്തമായ, ഏറ്റവും വിലപിടിപ്പുള്ള കറൻസി ആയിരുന്ന ഡോളർ ഒഴിച്ച് ബാക്കിയുള്ളതിനൊക്കെ ഇന്ന ബാക്കിങ് നിർത്തി ഡോളർ മാത്രമേ സ്വർണമായിട്ട് ഇക്വേറ്റ് ചെയ്തിരുന്നുള്ളൂ. അത് 71 അത് വേണ്ടാന്ന് വെച്ചു നിക്സന്റെ കാലത്ത്. പിന്നീട് ഡോളറിൻ്റെ അവസ്ഥ, അതിനെ പെട്രോ ഡോളർ എന്ന ഒരു വ്യവസ്ഥ നിലനിർത്താൻ, അത് നിലനിർത്തിയാനുള്ള ഗുണം എന്താണ്? ആൾക്കാർക്ക് പെട്രോൾ വേണമെങ്കിൽ ഡോളർ എപ്പോഴും ഒരു റിസർവ് കറൻസി ആയിട്ട് എടുത്തേക്കേണ്ടി വരും. അതുവഴി മാത്രമല്ല, മറ്റെന്ത് സാധനങ്ങളും ആണെങ്കിലും ഒരു റിസർവ് കറൻസി ആയിട്ട് എല്ലാ നാട്ടുകാരും ഡോളർ വാങ്ങി കൂട്ടേണ്ട ഒരു ഗതികേട് വരുന്നതുകൊണ്ട് ഡോളറിന് എപ്പോഴും വില നന്നായിട്ട് നിലനിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള ഈ കാര്യങ്ങളാണ്. പിന്നെ അടുത്തതായിട്ടുള്ളത്, ഇപ്പോൾ ഈ പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ഒരു 4-5 കൊല്ലമായിട്ട് ഉള്ള ബ്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പാശ്ചാത്യ അല്ലെങ്കിൽ നാറ്റോ ശക്തികളുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഒരു അതിശക്തമായ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, നാറ്റോ, അതേപോലെ തന്നെ G7 എന്ന് പറഞ്ഞതൊക്കെ. അതേപോലെ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ ശക്തമായ രീതിയിൽ ബ്രിക്സ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിക്സിൻ്റെ ആകപ്പാടെ നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റവരെക്കാളും കൂടുതൽ ശക്തമാണ്. മാത്രമല്ല, അതൊക്കെ വികസിച്ചു കൊണ്ടിരിക്കുന്ന, അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ ഒന്നായിട്ട് കൂടിയ റഷ്യ, ചൈന, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ 5 പേരും, പിന്നെ അതിൽ 10 വളരെയധികം രാജ്യങ്ങൾ അതിലേക്ക് കൂടുകയാണ്. പഴയ പോലുള്ള ഒരു ആധിപത്യപരമായ ഇതൊന്നുമില്ലാതെ എല്ലാവർക്കും സ്വന്തം തുല്യമായ അവകാശങ്ങളും അധികാരങ്ങളും ശേഷിയും ഉള്ള ഒരു ഗ്രൂപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശക്തി കുറക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അടുത്തതായിട്ടുള്ളത് ഇറാനും റഷ്യയും ചൈനയും കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഇങ്ങനെ മെല്ലെ മെല്ലെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അത് ഉരുത്തിരിഞ്ഞ് വന്ന് കൂടുതൽ അവരൊന്നായിട്ട് നല്ലൊരു സൈനികമായിട്ടുള്ള ശക്തിയായിട്ട് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ സൈനിക ശക്തിയായിട്ട് ഒരു ട്രീറ്റിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. പിന്നെ ഇതില്ലാതാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ അമേരിക്കയുടെ തന്നെ ഒരു പ്രോക്സി വാറാണ് അമേരിക്ക ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധം എന്നാണ് ബ്രയാൻ ബ്രെക്സിറ്റ് എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞ, അതും അദ്ദേഹം വളരെ രസകരമായിട്ട്, അദ്ദേഹം ഒരു അമേരിക്കൻ സോൾജറായിരുന്നു. അയാളിപ്പോൾ തായ്ലാൻഡിലാണ് താമസിക്കുന്നത്. അയാളും വളരെ കൂടുതലായിട്ട് യൂട്യൂബ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഈ റെക്കോർഡുകളൊക്കെ നോക്കിയിട്ടും റെക്കോർഡുകളൊക്കെ വെച്ചിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത്, ബ്രൂക്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2009 സ്ട്രാറ്റജി പേപ്പർ അനുസരിച്ച് ശരിക്കും ഈ ഇറാനെ കൂടെ ഈ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ മാത്രമേ ഇപ്പോൾ അവർക്ക് എതിരായിട്ടുള്ളൂ.
രണ്ടായിരത്തി നാലിലോ അണ്ടർ സെക്രട്ടറി ആയിരുന്ന അണ്ടർ സെക്രട്ടറിയുടെ ഒരു പേപ്പറുണ്ട്. അതനുസരിച്ച് 7 രാജ്യങ്ങൾ 5 കൊല്ലത്തിനുള്ളിൽ അവിടെയുള്ള റെജീം ചേഞ്ച്, അതല്ലെങ്കിൽ അവിടെയുള്ള ഭരണ നേതൃത്വത്തിൽ മാറ്റം വരുത്തുക. മാത്രമല്ല അവിടെയുള്ള ആൾക്കാരൊക്കെ ഭരണ നേതൃത്വത്തൊക്കെ കൂടുതൽ അമേരിക്കയുടെ ഇഷ്ടത്തിനുള്ള അനുസരിച്ചുള്ള ആൾക്കാരെ വാഴിക്കുക എന്നുള്ളതാണ് ആ പേപ്പറിലുള്ളത്. അത് 7 രാജ്യങ്ങളാണ്: ഇറാന്, സിറിയ, ലെബനാൻ, ലിബിയ, സൊമാലിയ, ഇറാഖ്. ഈ രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളിൽ ഈ ഇറാൻ ഒഴിച്ച് ബാക്കിയുള്ളിടത്തൊക്കെ ഇത് നടന്നു. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇറാഖ്, സിറിയ, ലെബനാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, ഇറാൻ. ഇതിൽ ഈ ഇറാഖിൽ നമുക്കറിയാം 2003, സിറിയയിൽ 2024, ലെബനൻ 1, പിന്നെ ലിബിയയിൽ 2011, സൊമാലിയ, സുഡാൻ. ഇതിൽ ഇനി ഇറാനിൽ മാത്രമേ നടക്കാത്തുള്ളൂ. ഇറാനിൽ നടക്കാതിരിക്കാൻ കാരണം അവിടെ ഷിയ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ അവിടെ മതപരമായ ഒരു ബലം കൂടി ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ഇറാനിൽ യഥാർത്ഥത്തിൽ 1953 തന്നെ ഇറാൻ അവരുടെ കയ്യിലാക്കിയതാണ്. ഇത് ഇറാനും അല്ലെങ്കിൽ സൗദി അറേബ്യയാണ് അവരുടെ 2 പില്ലേഴ്സ് എന്ന് പറഞ്ഞത്. ആ 2 പില്ലേഴ്സിൽ 1953 50 തന്നെ മുഹമ്മദ് മൊസദക് എന്ന ഒരു സോഷ്യലിസ്റ്റായിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മൊസദക് അവിടെയുള്ള എണ്ണപ്പാടങ്ങളും എണ്ണ വ്യവസായവും പൂർണ്ണമായും ദേശസാൽക്കരിച്ചു. നേരെ മറിച്ച് അതിനു മുമ്പ് കാൽടെക്സ് പോലുള്ള ബ്രിട്ടീഷ് ഭീമന്മാരാണ് അതൊക്കെ നിയന്ത്രിച്ചിരുന്നത്. അവർക്ക് നാട്ടുകാർക്കൊന്നും കിട്ടിയിരുന്നില്ല. അതിൻ്റെ ലാഭമൊക്കെ കൊണ്ടുവരുന്നത് ഇവരാണ്. അതിന് 3 കൊല്ലം അദ്ദേഹത്തിനെ ഭരിക്കാൻ സമ്മതിച്ചുള്ളൂ. അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് 3 കൊല്ലം കൊണ്ട് പിന്നെ അയാളെ മാറ്റാനായിട്ട് ഈ ഇറാനിലെ ഷായെ അവരെ അവിടുന്ന് പണ്ടേ ഒഴിവാക്കിയിരുന്നു. ഈ ഇറാനിലെ ഷായെ രണ്ടാമത് തിരിച്ചു കൊണ്ടുവന്ന് അയാളുടെ പൂർണ്ണമായ വൈകൃതങ്ങൾ, ലൈംഗിക അരാജത്വം, ആർഭാട ജീവിതം, അങ്ങനെയായിരുന്നു അയാൾ. മാത്രമല്ല ഇവരുടെ നേതൃത്വത്തിൽ അയാളുടെ സൈന്യത്തെ കൊണ്ട് ഭരിപ്പിച്ചു. അവിടെയുള്ള മനുഷ്യരൊക്കെ എതിരാളികളെ മുഴുവൻ കൊന്ന് ഇല്ലാതാക്കിയിട്ടായിരുന്നു. അങ്ങനെ അതിനെതിരായിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു പൊതുജന എതിർപ്പ് എന്ന നിലക്കാണ് അവിടെയുള്ള ഈ ഷിയാക്കളുടെ ആത്മീയ നേതാവായ ഖൊമേനിയുടെയും അവിടെയുള്ള ഈ സ്വതന്ത്രദായികളായ മനുഷ്യരുടെയും സോഷ്യലിസ്റ്റുകളുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും പങ്കാളിത്തത്തോടു കൂടിയാണ് 1979 അവിടെ ഭരണം വന്നത്. എന്തായാലും ആ ഭരണത്തെ കൂടെ ഇല്ലാതാക്കുക എന്നത് ഈ നേരത്തെ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലെ ഈ അമേരിക്കയുടെ ആധിപത്യം അവർക്ക് നിലനിൽക്കണമെങ്കിൽ, ഇന്ന് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകത്ത് ഒരേ ഒരു അധിപതിയെ ഉണ്ടായിരുന്നുള്ളൂ, ലോക പോലീസായിട്ട്. ആ ആധിപത്യം നഷ്ടപ്പെടുമോ എന്ന ഒരു ധാരണ യഥാർത്ഥത്തിൽ
അമേരിക്കയ്ക്ക് വന്നതുകൊണ്ടാണ് ഈ യുദ്ധം തുടരുന്നത്. ആ യുദ്ധത്തിനെതിരെ എത്ര കണ്ട് ഈ അവരുടെ എതിർ ശക്തികൾ ഒന്നിച്ചു നിൽക്കും. അവർക്ക് ഒന്നിച്ചു നിന്നുണ്ടെങ്കിൽ അമേരിക്കയുമായിട്ട് ഉള്ള ഒരു തുറന്ന യുദ്ധത്തിൽ, ഒരു മൂന്നാം ലോക യുദ്ധത്തിൽ അവർക്ക് വിജയിക്കാനാവുമോ എന്ന് അവർ കരുതുന്നുണ്ടോ? അങ്ങനെയല്ലാതെ അവർ യുദ്ധത്തിന് ഇറങ്ങും. എന്ത് വന്നാലും രണ്ടും കൽപ്പിച്ച് ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് ഈ ചൈനയും റഷ്യയും വന്നിട്ടുണ്ടോ എന്ന് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന കാലത്ത് കാണാം. എന്തായാലും സംഗതി വളരെ പ്രശ്നമുള്ള, ലോക മുഴുക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ചും ആ പ്രദേശം ഒന്നായിട്ട് ലോകത്തിൻ്റെ തന്നെ ഒരു കേന്ദ്രമായിട്ട് കണക്കാക്കാവുന്നതാണ്. ഇപ്പോൾ രണ്ട് മൂന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെന്നോ അല്ലെങ്കിൽ ഇടനാഴികളുള്ള ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഇത്. അതായത് ഒന്ന് ബാദൽ മണ്ഡൽ, പിന്നെ സൂയസ് കനാൽ, പിന്നെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ്. ഇതിലൂടെയൊക്കെ യഥാർത്ഥത്തിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസും ഇപ്പോൾ ഈ യുദ്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാകും. അതിലൂടെയൊക്കെയുള്ള യാത്രകൾ, അതുപോലെ ചരക്ക് നീക്കമൊക്കെ വളരെ തടസ്സപ്പെടാനും മാത്രമല്ല അതിൻ്റെയൊക്കെ ഈ നടക്കുകയാണെങ്കിൽ തന്നെ ഇൻഷുറൻസ് വർദ്ധിക്കാനും അതുവഴി ലോകത്തിൽ ഒന്നായിട്ട് ഈ സാധനങ്ങൾ വില കൂടാനും കാരണമാവും. അതേപോലെ തന്നെ 9% ലോകത്തിൽ ഒന്നായിട്ടുള്ള എണ്ണ പോകുന്നത് ബാദൽ മണ്ഡലിലൂടെയാണ്. ഇറാൻ യഥാർത്ഥത്തിൽ അത് അടക്കാൻ ശ്രമിച്ചാൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല. അതേപോലെ സൂയസ് കനാൽ. ഇങ്ങനെ ഈ 3 വളരെ പ്രധാനപ്പെട്ട ഈ ലോക ചരക്ക് കടത്തിൻ്റെ ഇടനാഴികളും ഉള്ള പ്രദേശമാണ്. ആ പ്രദേശത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും തുളസി ഗബോർ എന്ന ഈ അണ്ടർ സെക്രട്ടറി കൊടുത്ത പേപ്പർ അനുസരിച്ച് ഇറാനിൽ യാതൊരു രീതിയിലുള്ള അണുവായുധ പരീക്ഷണങ്ങളോ അണുവായുധത്തിന് ഉണ്ടാക്കാനുള്ള ഒരു കാര്യം നടക്കുന്നില്ല എന്ന് കൊടുത്തെങ്കിൽ പോലും മണിക്കൂറുകൾക്ക് ശേഷം ആ റിപ്പോർട്ട് കൊടുത്ത്, അവരുടെ നേതൃത്വത്തിലുള്ള റിപ്പോർട്ട് കൊടുത്ത് 9 മിനിറ്റിന് ശേഷം തന്നെ അവരത് തള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ രാജ്യത്തൊക്കെ യഥാർത്ഥത്തിൽ അവർ നേതൃത്വത്തിലുള്ള, അവർ വളരെ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി കൊടുത്ത റിപ്പോർട്ടിന് 9 മിനിറ്റിന് ശേഷം അത് കൊടുത്തു കഴിഞ്ഞ് 9 മിനിറ്റിന് ശേഷം തള്ളിക്കളഞ്ഞ ഒരാളാണ് യഥാർത്ഥത്തിൽ ഈ തുളസി ഗാബോർ എന്ന് പറഞ്ഞ സ്ത്രീ. അങ്ങനെയുള്ള അവരുടെയൊക്കെ ഒരു പ്രത്യേക ഒരു കോമ്പിനേഷനാണ് ഇന്ന് അമേരിക്കയിലുള്ളത്. ഈ തുളസി ഗാബോർ എന്ന് പറഞ്ഞാൽ പണ്ട് ഡെമോക്രാറ്റായിരുന്നു. അത് പെട്ടെന്ന് ഈ ഭാഗത്തേക്ക് വന്നാലാണ് കൂടുതൽ ലാഭം എന്ന് വിചാരിച്ചിട്ടാണ്. ട്രംപിനെ എന്നും വിമർശിച്ചിരുന്ന ഒരാളാണ്. അത് നേരെ ഇങ്ങോട്ട് വന്നപ്പോൾ അത് വളരെ പെട്ടെന്ന് അവർക്ക് അനുകൂലമായി. ഇപ്പോൾ കണ്ടില്ലേ, ഈ കൊടുത്ത റിപ്പോർട്ടറിന് പോലും തികച്ചും എതിരായിട്ട് അവരുടെ വലിയൊരു പാനലായിട്ട് പോയി പരിശോധിച്ചിട്ടുണ്ടായിരുന്ന കൊടുത്ത റിപ്പോർട്ടിന് പോലും എതിരായിട്ട് പറയാൻ അവർക്ക് യാതൊരു പ്രയാസമില്ല. അങ്ങനെയുള്ള നപുംസകങ്ങളുടെ ഒരു ഭരണമാണ് ഇന്ന് നടക്കുന്നത്. അവരുടെ ആധിപത്യമാണുള്ളത്.
ഈ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ നടക്കുക നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം എന്തും നടക്കാം. ഇവർക്ക് യാതൊരു രീതിയിലും ഒരു രീതിയിലുള്ള ഒരു ധാർമ്മിക മൂല്യങ്ങളും തീരെ പരിഗണിക്കാത്ത ഒരവസ്ഥയാണ് ട്രംപിനുള്ളതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ട്രംപ് അവരുമായിട്ട് ഈ സന്ധി സംഭാഷണത്തിന് കരുതി വെച്ച ആ രാജ്യത്തിന് അവരുടെ അതിനിടയിലാണ് ഇസ്രായേലിനെ കൊണ്ട് ബോംബിടിപ്പിച്ചിട്ട് അത് തീരുന്നതിൻ്റെ മുമ്പ്, എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് സന്ധി നടന്നിട്ടില്ല അല്ലെങ്കിൽ ഈ നിങ്ങൾ ശത്രുക്കളാണ് എന്ന് പറയുകയെങ്കിലും ചെയ്യാതെ, അങ്ങനെ ഉണ്ടല്ലോ യുദ്ധപ്രഖ്യാപനം കൂടി നടത്താതെയാണ് ഇപ്പോൾ ഇന്ന് അവരുടെ മൂന്നോ നാലോ ആണവ നിലയങ്ങൾ ബോംബിട്ടതെന്നൊക്കെ പറയുന്നത്. എന്താണ് ഇങ്ങനത്തെയൊക്കെ മനുഷ്യർ നമ്മുടെ നേതൃത്വത്തേക്ക് വന്നാൽ ലോകത്തിന് തന്നെ ഭ്രാന്ത് പിടിക്കുന്ന, മനുഷ്യ സമൂഹത്തിനാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. അത് എങ്ങനെ തടയപ്പെടും? അതോ നമ്മൾ ഇനിയും പ്രാകൃതമായ ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന ആ കൊളോണിയൽ ആധിപത്യത്തിൻ്റെ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുമോ എന്ന് ന്യായമായും സംശയിക്കാവുന്നതാണ്. പക്ഷെ അതിനെതിരെ ശക്തികളും പ്രത്യേകിച്ചും മൂന്നാം ലോക രാജ്യങ്ങളൊക്കെ കരുത്താർജിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതൊക്കെ തന്നെ കാണാം. ഈ എന്തൊക്കെ കാര്യങ്ങൾ, അതായത് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന തത്വശാസ്ത്രം പേറുന്ന ഒരു കാലം അവസാനിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് എത്ര കാലമെടുക്കും എന്ന് മാത്രമേ സംശയമുള്ളൂ. ഇപ്പോഴത്തെ ഇതിൽ നമുക്കറിയാം, രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം സൈനികമായി ഏറ്റവും ശക്തമായ കയ്യൂക്കുള്ള രാജ്യം അമേരിക്ക തന്നെയാണ്. ആ അമേരിക്കയുടെ നേതൃത്വത്തിൽ നിന്ന് കുതറി മാറാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രത്യേകിച്ചും ഈ ഗൾഫ് രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളും എങ്ങനെ മാറും എന്നത് നമുക്കറിയില്ല. പക്ഷേ അതിൽ പിടി മുറുക്കാനായിരുന്നു ഉക്രൈനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച പോലെ ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ എതിരിൽ യുദ്ധം ചെയ്യിക്കുന്നതും അതേപോലെ തന്നെ ഇനി ഒരു ഏറ്റവും വലിയ യുദ്ധം. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ചും എതിർപക്ഷത്തുള്ളത് ഏറ്റവും ശക്തമായ രാജ്യം ചൈനയാണ്. ചൈനക്കെതിരെ തായ്വാനെ കൊണ്ട് ഒരു യുദ്ധം ചെയ്യിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. അതിൽ ഇതുവരെ ഈ യുദ്ധത്തിലൊന്നും തന്നെ അമേരിക്ക നേരിട്ട് പങ്കെടുത്തിരുന്നില്ല. ഇന്നലത്തോടുകൂടി അമേരിക്ക നേരിട്ട് പങ്കെടുത്ത ഒരു പുതിയ ഒരു അവസ്ഥയാണുള്ളത്. ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഈ ആധിപത്യം അല്ലെങ്കിൽ നമ്മുടെ കൊളോണിയൽ ആധിപത്യത്തിന് മരണമണി മുഴങ്ങുമോ ഇല്ലയോ എന്ന് എന്തായാലും അത് ഉടൻ തന്നെ ഉണ്ടാവുമോ അതോ കുറച്ച് കാലം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ? എന്തായാലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ നമുക്ക് മനുഷ്യവംശത്തിന് കുറച്ചെങ്കിലും വിവേകവും ബുദ്ധിയും ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് ഉണ്ടാവും. ഈ അടുത്ത് തന്നെ വരുമോ ഇല്ല എന്നുള്ളത് കണ്ടറിയാം, നമുക്കൊന്നായിട്ട് നിരീക്ഷിക്കാം. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.